നമസ്കാരം. റഷ്യക്കെതിരായ ആക്രമണാത്മക സൈബർ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും നിർത്താൻ US സൈബർ കമാൻഡിംഗ് നിർദ്ദേശം നൽകി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തോടെ ഹെക്സെറ്റ് കമാൻഡ് മേധാവി എയർഫോഴ്സ് ജനറൽ ടീം ഫോഗിന് ഇത് സംബന്ധിച്ച് ഉത്തരവ് കൈമാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ബന്ധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് US-ന്റെ പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. റഷ്യക്കെതിരായ പ്രവർത്തനങ്ങൾ എത്ര കാലത്തേക്കാണ് നിർത്തിവച്ചിരിക്കുന്നതെന്ന് വ്യക്തതയല്ല. അതുപോലെ തന്നെ നിർദ്ദേശം പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യവും വ്യക്തമല്ല. സുരക്ഷാ കാരണങ്ങളാൽ പെന്റഗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ വെച്ച് രൂക്ഷമായ വാഗ്വാദം ഉണ്ടായത്. തന്ത്രപ്രധാനമായ നയതന്ത്ര ചർച്ചകൾക്കിടെ തന്നെ സംഘർഷ സാധ്യത ഇല്ലാതാക്കാൻ ലോക നേതാക്കൾ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് സാധാരണമാണെന്ന് മുൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ യുക്രൈൻ യുദ്ധത്തോട് തന്നെ അമേരിക്കൻ നയങ്ങൾ പ്രകടമായ മാറ്റത്തിന് പിന്നാലെയാണ് നടപടി എന്നത് ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്നുൾപ്പെടെ US ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെതിരായ തന്നെ എല്ലാ സൈബർ ഭീഷണികളെയും പ്രതിരോധിക്കുകയും എല്ലാ ദൗത്യത്തിൽ നിന്ന് പെന്റഗൺ പിന്മാറിയിട്ടില്ലെന്നും ആക്രമണാത്മകമായ നീക്കങ്ങളാണ് നിർത്തിവച്ചതെന്നും ചില സ്രോതസ്സുകൾ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറ്റുമുട്ടിയ വാഷിംഗ്ടൺ സന്ദർശനത്തിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സമാധാനം നിരസിക്കുകയും യുദ്ധം എന്ത് വില കൊടുത്തും പിന്തുടരുകയും ചെയ്തുവെന്നുമുള്ള ആരോപണവുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ US തലസ്ഥാനത്തേക്കുള്ള സെലൻസ്കിയുടെ യാത്രയെ കീവിന്റെ സമ്പൂർണ്ണ നയതന്ത്ര പരാജയമെന്ന് വിശേഷിപ്പിച്ചു. മോസ്കോയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ നേതൃത്വത്തിന് യഥാർത്ഥ താല്പര്യമില്ലെന്നും മരിയ വാദിച്ചു. ഓവൽ ഓഫീസിലെ അത്ഭുതപൂർവമായ വാക്കേറ്റമാണ് സെലൻസ്കിയുടെ സന്ദർശനത്തെ സന്ദേശമായും ശ്രദ്ധേയമായി മാറ്റിയത്. വാഷിംഗ്ടണിന്റെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണയോട് സെലൻസ്കി നന്ദിയില്ലായ്മ കാണിക്കുന്നുവെന്ന് ട്രംപും വാൻസും ആരോപിച്ചിരുന്നു. തുടർച്ചയായ US സഹായത്തിന് വ്യവസ്ഥയായി ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാന ധാതു കരാറിൽ ഒപ്പിടാതെ സെലൻസ്കി പെട്ടെന്ന് വൈറ്റ് ഹൌസ് വിടുന്നതിലേക്ക് നയിച്ചു. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള സംയുക്ത പത്രസമ്മേളനം റദ്ദാക്കി. ഇത് യുക്രൈനും പാശ്ചാത്യ സഖ്യകക്ഷികളും തമ്മിലുള്ള നയതന്ത്ര സമ്മർദ്ദത്തെ കൂടുതൽ കടുപ്പിച്ചു. സമാധാനപരമായ പരിഹാരം തേടാനുള്ള യുക്രൈന്റെ വിസമ്മതത്തിന്റെ തെളിവായി അവയെ ചിത്രീകരിച്ചു. സംഭവ വികാസങ്ങൾ മോസ്കോ പെട്ടെന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. സെലൻസ്കിക്ക് സമാധാനം വേണ്ട, യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹത്തിന് ആസക്തിയുണ്ട്, സഖറോവ ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് സെലൻസ്കിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്റെ പ്രവർത്തനങ്ങൾ ദശലക്ഷക്കണക്കിന് ജീവൻ അപകടത്തിലാക്കുകയും പിരിമുറുക്കം ആഗോള സംഘടനത്തിലേക്ക് ഉയർത്തുമെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ രൂക്ഷ വാഗ്വാദം. യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് ഇരുവരുടെയും തർക്കം. വാഗ്വാദത്തിന് പിന്നാലെ ധാതു കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി.